നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി ബേഡകത്ത് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ മണ്ണടുക്കയിലെ പലചരക്ക് കട നടത്തുന്ന രമിത മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേനൽ മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പള്ളിക്കരയിൽ വീട് തകർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം. കാസർഗോഡ് ബന്തെടുക്ക മാണിമൂലയിൽ മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തി. കുടിവെള്ള പദ്ധതിക്കായി മണ്ണ് നീക്കം ചെയ്യവെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും അസ്ഥികഷ്ണങ്ങളും കണ്ടെത്തിയത്. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളുടെ വിപണനത്തിനും ജൈവ ഉൽപാദക ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം വെള്ളിയാഴ്ച നടക്കും. തെക്ക് കൊല്ലംകോട് മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള കടൽ തീരം പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ. കല്ല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ കൈമാറ്റ ചടങ്ങ് നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. പാണത്തൂർ മഖാമുറൂസിന് ഏപ്രിൽ 10 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. നാടിനെ നടുക്കി ബേഡകത്ത് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ മണ്ണടുക്കയിലെ പലചരക്ക് കട നടത്തുന്ന രമിത മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ കട നടത്തുന്ന തമിഴ്നാട് ചിന്നപ്പട്ടണം സ്വദേശി രാമാമൃതത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമാമൃതം മദ്യപിച്ച കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് രമിത കെട്ടിട ഉടമസ്ഥനോട് പരാതി പറഞ്ഞിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്നാട് മണ്ണടുക്കയിലാണ് സംഭവം. രമിതയുടെ പലചരക്ക് കടയിലെത്തിയ തമിഴ്നാട് ചിന്നപ്പട്ടണം സ്വദേശി രാമാമൃതം തിന്നറൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാമാമൃതം മദ്യപിച്ച് കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് രമിത കെട്ടിട ഉടമസ്ഥനോട് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് കട ഒഴിയാൻ നിർദ്ദേശിച്ചതിലെ വിരോധമാണ് ആക്രമിക്കാൻ കാരണം. രമിതയ്ക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട്. 1 വർഷമായി പ്രതി ഇവിടെ സ്ഥാപനം നടത്തിവരികയായിരുന്നു. കട ഒഴിഞ്ഞ് സാധനവുമായി പോകുന്നതിനിടെയാണ് തീ കൊളുത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനൽ മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പള്ളിക്കരയിൽ വീട് തകർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം. മടിക്കയിൽ തെങ്ങ് കടപുഴകി വീണ വീട് തകർന്നു. വേനൽ മഴയിലും കാറ്റിലും ആൽമരം വീണ് രാമചന്ദ്ര ഷേനായിയുടെ വീട് പൂർണ്ണമായും തകർന്നു. പള്ളിക്കര വില്ലേജ് ഓഫീസിന് സമീപത്താണ് രാമചന്ദ്ര ഷേനായി താമസിക്കുന്നത്. വീടും കടയും ഒരുമിച്ചുള്ള ഭാഗത്താണ് ആൽമരം വീണത്. 10 ലക്ഷം രൂപയോളം നാശനഷ്ടം സംഭവിച്ചതായി വീടുടമസ്ഥൻ രാമചന്ദ്ര ഷേനായി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 5:30 മണിക്ക് ഇടി മുട്ടുമ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് ഊരാൻ വേണ്ടിയിട്ട് പോയിട്ട് പുറത്തേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കൂറ്റി വിട്ടു. എന്തൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴത്തേക്ക് തകർന്ന് വീണായി മരം. ഞാൻ ഇത് 2011 മുതൽ കലക്ടറെടുത്ത് അരിച്ചു കൊടുത്തു. അതിന് ശേഷം ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് RDOന് അരിച്ചു കൊടുത്തു. അവർ PWDക്ക് റെഫറാക്കി. PWDക്ക് റെഫറാക്കിയിട്ട് RDOന് കൊടുത്തതിന് ശേഷം PWD അതിന് മുമ്പ് ഒരു പെണ്ണായ ഓഫീസറായ എന്തെന്ന് ഞാനറിയില്ല. അവർ വന്നിട്ട് നോക്കിയിട്ട് ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്ക് പിന്നെ ഓഫീസറോട് മടക്കി പറയാൻ ധൈര്യം കഴിഞ്ഞിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർ ഏത് ഗ്രേഡിൻ്റെ ഓഫീസർ എന്നുള്ളത് ഞാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ വീടിയുടെ ഇതിൻ്റെ അടിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ധൈര്യത്തിൽ നിൽക്കുമെന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചു. അവർ പോയതിൻ്റെ ശേഷം അത്ര നമുക്ക് തലയിൽ വന്നത്. ദ്രവിച്ചിരിക്കുന്ന ആൽമരം എന്നും ഇവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. കട കൊണ്ടുള്ള വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഇവർക്ക് മുന്നിൽ ആകെ ഉണ്ടായിരുന്ന പഴുത് അധികാരികൾക്ക് നിവേദനം നൽകുക എന്നതു മാത്രമായിരുന്നു. 2011 മുതൽ അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് രാമചന്ദ്ര ഷേനായി പറയുന്നു. ഇടിമിന്നലോടുകൂടി എത്തിയ മഴയിൽ ജീവൻ രക്ഷപ്പെട്ടതോർത്ത് സമാധാനിക്കുകയാണ്. ഈ തീരാനഷ്ടത്തിനിടയിലും രാമചന്ദ്ര ഷേനായി. ഏകദേശം 2011
ഇദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മേൽനടപടി സ്വീകരിക്കാൻ വേണ്ടി PWD വകുപ്പിനും അതിന് ബന്ധപ്പെട്ട അധികാരികൾക്കും ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അവർ പേരിനെ എന്നൊരു ലേഡി ഉദ്യോഗസ്ഥ വന്ന് നോക്കുകയും ഇത് യാതൊരു അപകടാവസ്ഥയിലൊന്നുമില്ല, ഒന്നും പ്രശ്നമില്ല എന്ന് ഗൃഹനാഥന പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് രണ്ടാമത് വീണ്ടും അദ്ദേഹം 2 വർഷത്തിന് ശേഷം വീണ്ടും പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉദ്യോഗസ്ഥന്മാർ വരികയും ഇത് PWD സ്ഥലമല്ല എന്ന് കണ്ടെത്തി അവർ തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബന്തെടുക്ക മാണിമൂലയിൽ മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തി. കുടിവെള്ള പദ്ധതിക്കായി മണ്ണ് നീക്കം ചെയ്യവെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയത്. ഭീമൻ പാത്രത്തിലാണ് അസ്ഥി കഷ്ണങ്ങൾ കാണപ്പെട്ടത്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോഴാണ് ബന്തെടുക്ക മാണിമൂലയിൽ മൺപാത്രങ്ങളും അസ്ഥിയും കണ്ടെത്തിയത്. പാത്രത്തിൽ കഷ്ണങ്ങളാക്കിയ നിലയിലാണ് അസ്ഥി കാണപ്പെട്ടത്. BC 5-ാം നൂറ്റാണ്ടിനും 1-ാം നൂറ്റാണ്ടിനുമിടയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് ഇനത്തിൽപ്പെട്ട മൺപാത്രങ്ങളും 4 കാലുകളുള്ള 5 മൺപാത്രങ്ങളും നന്നങ്ങാടിയുടേതെന്ന് കരുതുന്ന ഭീമൻ പാത്രത്തിന്റെ അടപ്പും ഇരുമ്പ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ചെങ്കല്ലറകളിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും മൺപാത്ര അവശിഷ്ടങ്ങൾക്കൊപ്പം നിരവധി എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കുന്നത് അപൂർവമെന്ന് സ്ഥലം സന്ദർശിച്ച ചരിത്രകാരൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു. ബന്തെടുക്ക മാണിമൂലയിൽ നിന്നും വിസ്മയാപകമായ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത്. നിരവധി മൺപാത്രങ്ങളും അതിലുപരിയായിട്ട് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും പിന്നീട് നിരവധി അസ്ഥികൂടങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത്. എല്ലിൻ കഷ്ണങ്ങൾ കാണുമ്പോൾ അധികം പഴക്കം തോന്നാത്തതുകൊണ്ട് തന്നെ അത് മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ടാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതേസമയം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ഒരു പത്തായ എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമുണ്ട്. അത് റോക്കറ്റ് ചേമ്പറാണ്, ചെങ്കല്ലറയാണ്. അതേ രൂപത്തിലുള്ള ഒരു ചെങ്കല്ലറയിൽ നിന്നുമാണ് ഇത്രയും വസ്തുക്കൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഭ്യമായ വസ്തുക്കളിൽ മൺപാത്രങ്ങളും എല്ലാം തന്നെ മഹാശിലാ സ്മാരകവുമായി ബന്ധപ്പെട്ടവയാണ്. എങ്കിലും സ്കെൽട്ടൺ പോലുള്ളവ കൂടുതൽ പഠനവിധേയമാക്കിയാൽ മാത്രമേ വ്യക്തമായ ഡേറ്റ് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ബന്തെടുക്ക മാണിമൂലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന ആവാസവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളാണ് ഇവിടെ ലഭ്യമായതെന്ന് പറയാൻ വേണ്ടി സാധിക്കും. സാധാരണ നിലയിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ ദ്രവിച്ചു പോകേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ മാണിമൂലയിൽ കണ്ടെത്തിയ എല്ലിൻ കഷ്ണങ്ങൾ വലിയ പാത്രത്തിൽ വായു കടക്കാത്ത രീതിയിൽ അടച്ചുവെച്ചതാകാനാണ് സാധ്യത. മണ്ണിനടിയിൽ വലിയ ഭരണിയുടെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണ് മാണിമൂലയിലെ ചരിത്ര ശേഷിപ്പുകൾ. ഇതിന് സമീപത്തായി തന്നെ മഹാശിലയുഗ കാലഘട്ടത്തിലെ ചെങ്കല്ലറയുമുണ്ട്. ലഭ്യമായ ചരിത്രാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിയാൽ മഹാശിലാ കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമാകും. ചെങ്കല്ലറയിൽ നിന്ന് ലഭിച്ച മുഴുവൻ വസ്തുക്കളും പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ബന്തെടുക്ക. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളുടെ വിപണനത്തിനും ജൈവ ഉൽപാദക ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ സഭ സംഘടിപ്പിച്ചു. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിയ കിസാൻ മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. കർഷകർ ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഇനങ്ങളാണ് കിസാൻ മേളയിൽ വിപണനത്തിനെത്തിയത്. അതോടൊപ്പം കേരള ബ്രാൻഡഡ് നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ, പിലിക്കോട് കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങളുമുണ്ട്. ജൈവ കൃഷിയിൽ വിളവെടുത്ത വെള്ളരി, മില്ലറ്റുകളുടെ ഡ്രൈമിക്സ്, പുട്ടുപൊടികളിൽ ചെറുപയർ, കാരറ്റ്, നിലക്കടല എന്നിവയും തേൻ, നെയ്, വെല്ലം, വിവിധ ഇനം അച്ചാറുകൾ, കാരയപ്പം, ശർക്കര വരട്ടി, ചിപ്സുകൾ, ചെറുനാരങ്ങ സ്ക്വാഷ്, ജിഞ്ചർ കാപ്പി തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ വിറ്റഴിഞ്ഞു. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് കിസാൻ മേള സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന കിസാൻ മേള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തടിക്ക് പിടിക്കണ്ടേ? ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഈ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനമൊക്കെ പ്രസംഗിക്കുമ്പം ആർക്കും കടിച്ചാൽ പൊട്ടാത്ത വാക്കായിരുന്നു. ഇപ്പം നമ്മുടെ വയറ്റ് തടിക്കുക, നമ്മുടെ തടിക്കാണ്. ഇപ്പോൾ ഇന്നലെ നല്ല മഴ, എവിടെ കുറച്ച് ദിവസങ്ങൾ
അതിൻ്റെ ഒരു ഔട്ട്പുട്ടോ നല്ല ചൂട്. ഇപ്പം സാധാരണ പറയുന്നത് കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും ചൂട് അല്ലേ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ജ്യോതികുമാരി ആദ്യ വിൽപ്പന നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി, നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു, തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ റെജീന, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ, പഞ്ചായത്ത് അംഗം ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജൈവ സസ്യ സംരക്ഷണ മാർഗം എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത ക്ലാസ് എടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ കൈമാറ്റ ചടങ്ങ് നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. പെരിയ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കുടുംബത്തിന് ഭൗതിക സാഹചര്യങ്ങൾ നൽകിയത്. കൈമാറ്റ ചടങ്ങ് ഉദുമ MLA CH കുഞ്ഞമ്പു MLA നിർവഹിച്ചു. കഴിഞ്ഞ 2 മാസം മുമ്പാണ് കാസർഗോഡ് വെച്ച് നമ്മുടെ ജില്ലയിലെ വിവിധ സ്കൂളുകൾക്ക് വാട്ടർ പ്യൂരിഫയർ നൽകിയത്. അന്ന് ടൈറ്റസ് അവിടെ ഉണ്ടായിരുന്നു, അല്ല ഞങ്ങൾ എല്ലാം കൂടി തന്നെയാണ് കൊടുത്തത്. ഒരു പ്രോജക്റ്റ് ഇവിടുത്തെ ലയൺസ് ഇൻ്റർനാഷണൽ ലയൺസിന് അയച്ചാൽ അത് ഫീസിബിളാണ് എന്നവർക്ക് തോന്നിയാൽ ഒരു ചെറിയ പണം ഇവർ മുടക്കുകയാണെങ്കിൽ ബാക്കി പണം ഇൻ്റർനാഷണൽ തന്നെ കൊടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. 10 വീട് വെക്കണം എന്ന് തീരുമാനിച്ച് 10 വീടിൻ്റെ ഒരു സ്കീം തയ്യാറാക്കി അതിൻ്റെ ഒരു പോർഷൻ ഇവിടുന്ന് ലയൺസ് ക്ലബ്ബ് തയ്യാറാക്കുകയാണെങ്കിൽ ബാക്കി പൈസ കൊടുക്കാൻ ഇൻ്റർനാഷണൽ തയ്യാറാണ്. പെരിയ ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുള്ള ഷാഫി പെരിയ അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പഠനോപകരണ വിതരണം നടത്തി. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് MJF മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാർത്യായനി കൃഷ്ണൻ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, അംബിക കൃഷ്ണൻ, T രാമകൃഷ്ണൻ നായർ നടുവിൽ വീട്, TV അശോകൻ, C രാജൻ, രാജൻ മിങ്ങോത്ത്, ജയരാജൻ നമ്പ്യാർ, ചിത്ര MK, അനിൽ പുളിക്കാൽ, പുരുഷോത്തമൻ T, C ശശിധരൻ, M മോഹനൻ എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണൻ നായർ സ്വാഗതവും P ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തൂർ മഖാമുറൂസിന് ഏപ്രിൽ 10 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പാണത്തൂർ മഖാമുറൂസ് ഏപ്രിൽ 10 മുതൽ 14 വരെ തീയതികളിലായാണ് നടക്കുന്നത്. 10 രാവിലെ 9:30 മഖാം സിയാറത്ത് നടക്കും. തുടർന്ന് പതാക ഉയർത്തൽ. അബ്ദുൾ റഹ്മാൻ ചാപ്പക്കൽ 10 മണിക്ക് നടക്കുന്ന പതാക ഉയർത്തൽ നിർവഹിക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 123 പാണത്തൂർ ജുമാ മസ്ജിദ് ഉണ്ടായത് എന്ന് അവിടെയുള്ള ചില ഫലകങ്ങളിലൊക്കെ കാണാം. നിങ്ങൾ വിക്കിപീഡിയ തെരഞ്ഞു നോക്കിയാലും ഹിജ്റ 123 വർഷമായി പാണത്തൂർ ജുമാ മസ്ജിദ് ഉണ്ടായ വർഷമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോ ഹിജ്റ വർഷം, അറബി വർഷം 1446 ഷവ്വാൽ 11 എന്ന്. അതിനർത്ഥം 1323 വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദാണ് പാണത്തൂർ ജുമാ മസ്ജിദ് എന്നും അത്രയും തന്നെ പഴക്കമുള്ള മഖാമാണ് പാണത്തൂർ എന്നുമാണ്. മെഗാ ദഫ് പ്രദർശനവും നടക്കും. ഏപ്രിൽ 11 മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. ഏപ്രിൽ 12 ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഏപ്രിൽ 13 ഹാഫിൾ EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KK അബ്ദുൾ റഹ്മാൻ, ജനറൽ സെക്രട്ടറി PK മുനീർ, ഖജാൻജി അസീസ് കോപ്പട്ടി, വൈസ് പ്രസിഡന്റ് ഖാലിദ്, അബ്ബാസ് MB, ജമാൽ MB, അസീസ് ചാപ്പക്കൽ, മുഹമ്മദ് കുഞ്ഞി PA, സലീം KK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 1 കോടി രൂപ ചിലവിൽ പുതുതായി നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ 12 രാവിലെ 11:30 ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കെട്ടിടോദ്ഘാടനവും സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും 12 രാവിലെ 11:30 നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 40 ലക്ഷം രൂപ ചിലവിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റുകളും ഉൾക്കൊള്ളുന്ന ആധുനിക രീതിയിലുള്ള സ്റ്റേജിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ നിർവഹിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി കിഫ്ബി, MLA ഫണ്ട്, SSK ഫണ്ട് എന്നിവയുടെ ധനസഹായത്തോടുകൂടി നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. അത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനം സ്പീക്കറാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയപാലൻ. അതോടൊപ്പം തന്നെ ആ വേദി വെച്ച് തന്നെയാണ് സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതികളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണിയറയുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശബരിലക്ഷ്മിയുണ്ട് തുടങ്ങി എല്ലാവരും പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. അതിൽ വിദ്യാഭ്യാസ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വാർഷികാഘോഷ ഭാഗമായിട്ടുള്ള കലാപരിപാടികളുണ്ട്. ഈ വർഷം യാത്ര പോകുന്ന അധ്യാപകർക്കുള്ള അനുമോദനമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ G സുനിൽകുമാർ, പ്രധാനാധ്യാപകൻ VK സക്കറിയ, PTA പ്രസിഡന്റ് M ഗംഗാധരൻ, MV ജയചന്ദ്രൻ, M ദിനേശൻ, മനോജ് പട്ടോളി, സൗമ്യ വിനോദ്, PV മോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാറിയ കാലത്ത് യുവതലമുറയ്ക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പിടിമുറുക്കി മയക്കുമരുന്ന് ലഹരിക്കെതിരെ മാസ് ക്യാമ്പയിനുമായി ചെറുവത്തൂർ പയ്യങ്കി അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഏപ്രിൽ 11 വൈകുന്നേരം 4 മണിക്ക് പയ്യങ്കി ജംഗ്ഷനിൽ നടക്കുന്ന ക്യാമ്പയിൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. നാടിനെ ഒന്നാകെ ചേർത്ത് ലഹരി എന്ന മാരക വിപത്തിനെതിരെ പോരാട്ടം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മാസ് ക്യാമ്പയിൻ നടത്തുന്നത്. ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ പതിറ്റാണ്ട് പിന്നിട്ട സംഘടനയുടെ നേതൃത്വത്തിലാണ് 5000-ഓളം പേരെ പങ്കെടുപ്പിച്ച ലഹരിക്കെതിരെ മാസ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 11 വൈകുന്നേരം 4 മണിക്ക് പയ്യങ്കി ജംഗ്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഇത് പ്രവർത്തിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഗുണം ചെയ്യുക എന്നുള്ളത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളതാണ് എത്രയോ നമ്മൾ ചെലവാക്കിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് പറയത്തക്ക ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ശരിക്കും പ്രവർത്തിക്കാതെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുകയാണെങ്കിലല്ല ഇത് ഇത്ര വളരില്ല. ഗവൺമെന്റ് കണ്ടില്ല എന്നത് നടിക്കുകയായിരുന്നു. ഈ അടുത്ത് പടന്നിൽ ഒരു കേസ് പിടിച്ചു, മുസാജ് മുക്കുന്ന ഒരു കേസ് പിടിച്ചു. ആ കേസ് കൊടുത്ത സമയത്ത് ചെക്കനിന്റെ ബന്ധുവാണ്, പക്ഷെ അവരെ ശിക്ഷിക്കാനുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് അതിന്റെ ആള് വന്നിട്ടുണ്ടാക്കി വിടിപ്പിച്ചിട്ട് കൊണ്ട് ഒരു കേസുമില്ല. പ്രഭാഷകനും റിട്ടയർഡ് DGPയുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ 5 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. TKC മുഹമ്മദ് അലി ഹാജി ഉപഹാര സമർപ്പണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് BK മുഹമ്മദ് റഫീഖ് ഹാജി, TKC മുഹമ്മദ് അലി, STP ജമാലുദ്ദീൻ, KMC താജുദ്ദീൻ, PM യൂനുസ്, TK മൂസ ഹാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ നിരവധി കുടുംബങ്ങൾക്കായി നൽകുന്ന പാലായി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കഴിഞ്ഞ 5 വർഷമായി സാമൂഹ്യ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റി നീലേശ്വരം പാലായി ഗ്രാമ ശ്രീനഗറിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 1.5 ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതി നീലേശ്വരം ചെയർപേഴ്സൺ TV ശാന്ത ഉദ്ഘാടനം ചെയ്തു. നന്മമരം ചെയർമാൻ സലാം കേരള ആദ്യ കുടിവെള്ള വിതരണം ഉദ്ഘാടനം നടത്തി. നന്മമരം കാഞ്ഞങ്ങാട് ഏറ്റെടുത്ത് നടത്തുന്ന 3ാമത്തെ കുടിവെള്ള പദ്ധതിയാണിത്. വൈസ് പ്രസിഡന്റ് ബിബി ജോസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ TP ലത, നന്മമരം ഭാരവാഹികളായ TK വിനോദ്, ഉണ്ണികൃഷ്ണൻ കിനാനൂർ, ഷിബു നോർത്ത് കോട്ടശ്ശേരി, P മനോഹരൻ, EK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ദിനേശ് എക്സ്പ്രസ്, രതീഷ് കുശാൽ നഗർ, രാജി മധു, ഗോകുലാനന്ദൻ മോനാച്ച, പ്രസാദ്, ബിന്ദു, മധു, മാളവിക ദിനേശ്, പുഷ്പ കുളവയൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാറപ്പള്ളി മഖാമുറൂസ് ഏപ്രിൽ 17 ആരംഭിക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് കൈമാറ്റവും നടന്നു.
പ്രസിദ്ധമായ പാറപ്പള്ളി മഖാം ഉറൂസ് ഏപ്രിൽ 17 ആരംഭിക്കും. ഉറൂസ് ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഉറൂസിന്റെ സമാപന ദിവസം നൽകുന്ന ഭക്ഷണ വിതരണത്തിലേക്കുള്ള ഫണ്ട് കൈമാറ്റവും നടന്നു. ഉറൂസ് ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നൌഷാദ് കാസിം അമ്പലത്തറ നിർവഹിച്ചു. ഏപ്രിൽ 17 തീയതി ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഓഫീസ് ഉദ്ഘാടനം ബഹുമാന്യനായ നമ്മുടെ നൌഷാദ് കാസിം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് നമ്മുടെ ഉറൂസിൻ്റെ സമാപന ദിവസം നടക്കുന്ന പൊതു ഭക്ഷണത്തിലേക്ക് ധാരാളം ചെലവുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 20 കിണ്ടൽ ആട്ടിറച്ചിയും 25 കിണ്ടൽ നെയ്ച്ചോറും ആണ് അന്ന് വിതരണത്തിനായി അതിന് ഭീമമായ സംഖ്യ ആവശ്യമുണ്ട്. ഉറൂസിന്റെ സമാപന ദിവസം നൽകുന്ന ഭക്ഷണാവശ്യത്തിലേക്ക് ജമാഅത്ത് അംഗങ്ങൾ നൽകുന്ന ഫണ്ടിന്റെ ഉദ്ഘാടനം ജമാഅത്ത് മെമ്പർമാരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് ജമാഅത്ത് പ്രസിഡന്റ് ഹാജി കെ അബൂബക്കർ മാസ്റ്റർ നിർവഹിച്ചു. ചെയർമാൻ സ്വാലിഹ് വൈറ്റ് ഹൌസ് അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് മുനീർ ഫൈസി ഇർഫാനി, മുൻ ജമാഅത്ത് പ്രസിഡന്റ് എം ഹസൈനാർ ഹാജി പർക്ലായി, കെ എം അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് ഹാജി മുനമ്പം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാക്കോട്ട് മാണിയമ്മ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബസംഗമം നടത്തിയത്. ബാക്കോട്ട് മാണിയമ്മയുടെ കുടുംബസംഗമം നടന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. പ്രശസ്ത ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പല്ലവനാരായണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഒരു കുടുംബത്തിലെ ആദ്യത്തെ വംശവൃക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ ഒരമ്മയുടെ മക്കൾ, താവഴിയിൽപ്പെട്ട മക്കൾ ആ വലിയ വൃക്ഷത്തിൻ്റെ തണലിലേക്ക്, ആ ഓർമ്മയുടെ തണലിലേക്ക് വന്നു ചേരുന്ന മനോഹരമായ വൈകാരികമായ മുഹൂർത്തത്തിൽ അതിൽപ്പെട്ട എല്ലാവരും സംബന്ധിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. കുടുംബത്തിലെ മുതിർന്ന 5 അമ്മമാർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി. അമ്മമാരെ നടതള്ളുന്ന ദുഷിച്ച കാലത്ത് ഇത്തരം സംഗമങ്ങൾ ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. പല്ലവനാരായണൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മുതിർന്ന അംഗങ്ങളെ കുഞ്ഞിരാമൻ കാരണവർ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. രാമകൃഷ്ണൻ വാണിയംപാറ അംഗങ്ങളെ പരിചയപ്പെടുത്തി. രമേശൻ കളരിക്കാൽ അനുശോചനം രേഖപ്പെടുത്തി. ഗംഗാധരൻ പാടിക്കാനം, ശശി ബംഗളം എന്നിവർ സംസാരിച്ചു. വരദാ നാരായണൻ അധ്യക്ഷത വഹിച്ചു. മധു സ്വാഗതവും രാജൻ മധുരങ്കൈ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെ നടുക്കി ബേഡകത്ത് യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ മണ്ണടുക്കയിലെ പലചരക്ക് കട നടത്തുന്ന രമിത മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേനൽ മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പള്ളിക്കരയിൽ വീട് തകർന്ന് ലക്ഷങ്ങളുടെ നഷ്ടം. കാസർഗോഡ് ബന്തെടുക്ക മാണിമൂലയിൽ മഹാശിലാ കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തി. കുടിവെള്ള പദ്ധതിക്കായി മണ്ണ് നീക്കം ചെയ്യവെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും അസ്ഥികഷ്ണങ്ങളും കണ്ടെത്തിയത്. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളുടെ വിപണനത്തിനും ജൈവ ഉൽപാദക ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം വെള്ളിയാഴ്ച നടക്കും. തെക്ക് കൊല്ലംകോട് മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള കടൽ തീരം പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ. കല്ല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ കൈമാറ്റ ചടങ്ങ് നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. പാണത്തൂർ മഖാം ഉറൂസിന് ഏപ്രിൽ 10 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.